1392 സ്പെയിനിലെ മൊൻഗാദ നഗരം. മൊൻഗാദയിലെ ഒരു വൈദികനായിരുന്നു ഫാദർ മോസൻ ജെയ്മ കാരോസ്. ആൻറ്റിപ്പോപ്പായിരുന്ന ക്ലെമൻ്റ് ഏഴാമനിൽ നിന്നും മെത്രാൻ പട്ടം സ്വീകരിച്ച ഒരു ബിഷപ്പിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ച ആളായിരുന്നു അദ്ദേഹം. അതിനാൽ തൻ്റെ പൗരോഹിത്യത്തിന് മൂല്യമില്ല എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. താൻ വിശ്വാസികൾക്ക് പരിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ കൂദാശ ചെയ്യപ്പെടാത്ത ഓസ്തി കൊടുത്ത് ദൈവജനത്തെ വഴിതെറ്റിക്കുകയാണ് എന്ന് അദ്ദേഹം വിചാരിച്ചു. തൻ്റെ പൗരോഹിത്യം മൂല്യമുള്ളതാണെന്ന് ഉറപ്പുവരുത്താൻ ഒരടയാളം തരണമെന്ന് അദ്ദേഹം എന്നും പ്രാർത്ഥിച്ചു. 1392 ക്രിസ്തുമസ് ദിവസം ഇതിനുത്തരം അദ്ദേഹത്തിന് ലഭിച്ചു. അന്ന് ഒരു കുലീന യുവതിയായിരുന്ന ആഞ്ചല അൽപ്പിക്കാട്ട് തൻ്റെ 5 വയസ്സുള്ള മകളോടൊപ്പം ദിവ്യബലിയിൽ പങ്കെടുക്കാനെത്തി. മകൾ ഈനസ് കുർബാന കഴിഞ്ഞിട്ടും പോകാൻ തയ്യാറായില്ല. അവൾ അമ്മയോട് പറഞ്ഞു, കുർബാനയ്ക്കിടയ്ക്ക് വൈദികൻ തൻ്റെ കയ്യിലെടുത്ത സുന്ദരനായ കുഞ്ഞിനോടൊപ്പം കഴിയാൻ അവളെ അനുവദിക്കണം. ഡിസംബർ 26-നും കുർബാനയ്ക്ക് വന്ന അവൾ ഫാദർ മോസൻ്റെ കൈകളിൽ ഒരു കുട്ടിയെ കണ്ടു. ആ വിവരം ഈനസിൻ്റെ മാതാവ് ഫാദർ മോസനോട് പറഞ്ഞു. ഒരു ദിവസം ഫാദർ മോസൻ 2 ഓസ്തി എടുത്തിരുന്നു. അതിലൊന്ന് കൂദാശ ചെയ്തിരുന്നില്ല. കൂദാശ ചെയ്ത ഓസ്തി എടുത്ത് എന്തു കാണുന്നുവെന്ന് ചോദിച്ചപ്പോൾ ഉണ്ണീശോയെ കാണുന്നുവെന്ന് ഈനസ് പറഞ്ഞു. അടുത്ത ഓസ്തി കൈകളിലെടുത്ത് കാണിച്ചപ്പോൾ ഒരു വെള്ള തകിട് കാണുന്നുവെന്ന് അവൾ പറഞ്ഞു. ഫാദർ മോസൻ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ മൂല്യം അങ്ങനെ തിരിച്ചറിഞ്ഞു. മൊൻഗാദയിലെ ഫാദർ മോസനെ അഭിഷേകം ചെയ്ത മെത്രാനെ അഭിഷേകം ചെയ്തത് ആൻറ്റിപ്പോപ്പാണെങ്കിലും തൻ്റെ അഭിഷിക്തൻ്റെ കൈവെപ്പ് വഴി നിത്യപൗരോഹിത്യം തുടരുന്നതായി ഈ അത്ഭുതത്തിലൂടെ ഒന്നുകൂടി ദൈവം വ്യക്തമാക്കി. ഈ അത്ഭുതം ദർശിച്ച ഈനസ് എന്ന ബാലിക ജീവിതകാലം മുഴുവൻ ഒരു സന്യാസിനിയെപ്പോലെ ഗുഹയിൽ ജീവിച്ച് വിശുദ്ധയായി തീർന്നു. അങ്ങേ കൂദാശകളുടെ പരികർമ്മം ഈ ലോകത്ത് തുടരുന്നതിന് നിത്യപൗരോഹിത്യം സ്ഥാപിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അങ്ങേ പുരോഹിതരെ ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കുന്നു. പരിശുദ്ധരും നിർമ്മലരുമായി അങ്ങേ അഭിഷിക്തരെ കാത്തുകൊള്ളണമേ. ദിവ്യകാരുണ്യ ഭക്തിയിൽ അനുദിനം അവരെ വളർത്തണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.